മറ്റൊരു PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ഈ ഉത്തോലകത്തിൻ്റെ ചോദ്യം PSC സ്ഥിരമാണ്. LDCക്ക് എല്ലാം എപ്പോഴും ചോദിക്കുന്നതാണ്. അത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് കത്രികയാണ്. ഉത്തരം കത്രിക. താഴെ പറയുന്നവയിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കത്രിക. ഈ ഉത്തോലക നിയമം ആവിഷ്കരിച്ചതാരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഡിഗ്രിയിലാണ് ലോ ഓഫ് ലിവേഴ്സ് എന്നാണ് ഈ ഉത്തോലക നിയമം ഇംഗ്ലീഷിൽ പറയുന്നത്. അത് ആർക്കിമിഡീസ് ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ്. അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കത്രികയാണ്. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് ആണ്. നമുക്ക് ഉത്തോലക നിയമം ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഈ ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കൾ, അതാണ് ഉത്തോലകങ്ങൾ. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളാണ് ഉത്തോലകങ്ങൾ. ഇതിനകത്ത് ദാരം, അതായത് ഫൽക്രം എന്ന് പറയും, എന്ന സ്ഥിരബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം. അങ്ങനെ ചോദിക്കാം. ദാരം, അതാണ് നമ്മൾ ഒരു നിശ്ചിത ബിന്ദു എന്ന് പറഞ്ഞത്. ഇനി ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം, അതിന് പറയുന്നത് യത്നം എന്നാണ്, അതായത് എഫേർട്ട്. അപ്പം ഒരു നിശ്ചിത ബിന്ദു, അതായത് ദാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിവുള്ള ദൃഢദണ്ഡാണ് ഉത്തോലകം. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം, എഫേർട്ട്. ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം, അതായത് റെസിസ്റ്റൻസ് എന്ന് പറയും. ഇപ്പം നമ്മൾ 3 പഠിച്ച്: യത്നം എഫേർട്ട്, രോധം റെസിസ്റ്റൻസ്, ദാരം ഫൽക്രം. ഇത് 3 ഉണ്ട്. ഒന്നാം വർഗ ഉത്തോലകം, രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകം. അതായത് ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. ഈ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് യത്നത്തിനും രോധത്തിനും ഇടയിൽ ദാരം വരുന്ന ഉത്തോലകം. എന്താണ്? യത്നത്തിനും രോധത്തിനും ഇടയിൽ ദാരം വരുന്ന ഉത്തോലകമാണ് ഒന്നാം വർഗ ഉത്തോലകം. രോധായ എന്ന് പഠിച്ചാൽ മതി. രോധായ, ദാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകമാണ് ഒന്നാം വർഗ ഉത്തോലകം. ഈ ഫിഗർ കണ്ട ക്ലാസ് 1 ഒന്നാം വർഗ ഉത്തോലകം, അതായത് രോധവും യത്നമാണ് അങ്ങേറ്റത്. നടുക്ക് വരുന്നതാണ് ദാരം. ഫോഴ്സ് ലോഡ് എന്നവർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഫോഴ്സ് ലോഡ് നടുക്ക് വരുന്നത് ദാരം, അതായത് രോധം യത്നമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഫിഗർ ഒന്നും കൂടെ കൃത്യമായിട്ട് വരുന്നൊരു ഫിഗർ കാണിച്ചു തരാം. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇത് ഈ ഫിഗർ ഒന്ന് നോക്കിയാൽ, രോധം യത്നം നടുക്ക് ദാരം. നമ്മളെന്താ പറഞ്ഞാൽ ദാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകമാണല്ലോ ഒന്നാം വർഗ ഉത്തോലകങ്ങൾ. രോധായ, അങ്ങനെ ഓർത്താൽ മതി, രോധായ. അപ്പം അത് വരുന്നതാണ്. അതിന് ഉദാഹരണമാണ് കപ്പി, നെയിൽ പുള്ളർ, സീസോ അറിയത്തില്ലേ, നമ്മുടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർക്കിലൊക്കെ ഉള്ളത്, അതാണ് സീസോ. ത്രാസ്, കത്രിക, പ്ലെയർ, ഇതൊക്കെ ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ ഉദാഹരണങ്ങളാണ് ചോദിക്കുന്നത് കൂടുതലും. കപ്പി, നെയിൽ പുള്ളർ, സീസോ, ത്രാസ്, കത്രിക, പ്ലെയേഴ്സ്. അപ്പം രോധത്തിനും യത്നത്തിനും ഇടയിൽ ദാരം വരുന്ന ഉത്തോലകമാണ് ഒന്നാം വർഗ ഉത്തോലകം. ഇച്ചിരി ബോറ് ടോപ്പിക്കായിരുന്നു എനിക്ക് പഠിക്കുമ്പോഴും തോന്നിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് മാർക്ക് കളയാൻ പറ്റത്തില്ലല്ലോ, പഠിച്ചാലേ പറ്റൂ. അപ്പം യത്നം എന്താണ്? എഫേർട്ട്. ഇംഗ്ലീഷിൽ പഠിക്കുന്നവർക്ക് ഡിഗ്രി ലെവലിനൊക്കെ അതൊന്ന് ഓർക്കണം. രോധം റെസിസ്റ്റൻസ്, അത് ഓർക്കണേ. ദാരം ഫൽക്രം. ഇത് കണ്ടോ, കത്രിക. ആ ലോഡെന്ന് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന രോധമാണ് കേട്ടോ. ഇപ്പോൾ രോധത്തിനും യത്നത്തിനും ഇടയ്ക്ക് വരുന്ന ദാരം, അതാണ് കണ്ടോ ഫുൾക്രം. അത് എഫേർട്ട് യത്നം. ഇപ്പുറത്ത് ലോഡിൻ്റെ അവിടെ യത്നം, ദാരം നടുക്ക് വന്നിരിക്കുന്നതാണ് ഒന്നാം വർഗ ഉത്തോലകം. നമ്മൾ കത്രിക, പ്ലെയേഴ്സ്, ഇങ്ങനെ വരുന്ന ഷേപ്പിലുള്ള എല്ലാ ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ്. കണ്ടോ, പ്ലെയർ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം വരുന്ന പണ്ടത്തെ കാലത്തെ പൈപ്പില്ല, അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാം വർഗ ഉത്തോലകത്തിന് സീസോ ഫിഗർ കാണുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് സിസേഴ്സ്, ക്രോബാർ. പിന്നെ ഐസ്റ്റോൺസ് മൂന്നാം വർഗ ഉത്തോലകത്തിനാണ് ഉദാഹരണമാണ്.
ഒരു ടോങ്സ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ കത്രികയുടെ ഒരു ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന ഉപകരണം ടോങ്സ്. ഐസ് ടോങ്സ് വേറെയാണ്, അത് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഞാൻ ആ ഫിഗർ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ മെയിനായിട്ടും കപ്പി, നെയിൽ പുള്ളർ, സീസോ, ത്രാസ്, കത്രിക, പ്ലെയേഴ്സ്, ഈ ഷേപ്പിലുള്ള സാധനമൊക്കെ ഓർത്ത് വെച്ചേക്കണം. ഇതേ ചോദിക്കത്തുള്ളൂ LGSനും LDCയൊക്കെ. ഇനി നമുക്ക് രണ്ടാം വർഗ ഉത്തോലകം പഠിക്കാം. സെക്കൻഡ് ഓർഡർ ലിവർ. രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് ഇത് മാറും. നേരത്തെ നമ്മൾ രോധത്തിനും യജ്ഞത്തിനും ഇടയിൽ ധാരം വരുന്നതായിരുന്നു ഒന്നാം വർഗ ഉത്തോലകം. ഇവിടെ ആ രോധം നടുക്കോട്ട് മാറിയിട്ട് യജ്ഞം ഇങ്ങോട്ട് വരും. അതായത് ധാരത്തിനും യജ്ഞത്തിനും ഇടയിൽ രോധം വരുന്നവ. ഉദാഹരണം പാക്ക് വെട്ടി നാരങ്ങ നക്കിയൊക്കെയാണ്. ഞാൻ ഫിഗറായിട്ട് കാണിച്ചു തരാവേ. ഇതുണ്ടോ, യജ്ഞത്തിനും ധാരത്തിനും നടുക്കാണ് ഇവിടെ രോധം വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ എന്തായിരുന്നു, രോധത്തിനും യജ്ഞത്തിനും നടുക്ക് ധാരം വരുന്നതായിരുന്നു. അത് നമ്മൾ പഠിച്ചിങ്ങനെ യ. അത് ഒന്നാം വർഗ ഉത്തോലകം. ഇവിടെ രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ സമയത്ത് നമ്മളപ്പം യരോധ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. യജ്ഞം യ, രോധം രോ, ധാരം ദ. ഇതിന് ഉദാഹരണം പാക്ക് വെട്ടി, വീൽ ബാരോ, നാരങ്ങ നെക്കി, ബോട്ടിൽ ഓപ്പണർ, ഇതൊക്കെ രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ്. വീൽ ബാരോ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. അതിൽ യജ്ഞത്തിനും ധാരത്തിനും ഇടയിൽ രോധം വന്നിരിക്കുന്നത്. ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് രോധമാണ്. എഫേർട്ടാണ് യജ്ഞം, ഫൽക്രമാണ് ധാരം. അതുപോലെ തന്നെ നാരങ്ങ നെക്കി, അതിനകത്ത് അത് തന്നെ യജ്ഞത്തിൻ്റെയും ധാരത്തിൻ്റെ ഇടയിൽ രോധം, ആ ഫോഴ്സസ് ഓൺ ലോഡ്, അത് രോധമാണ് ഉദ്ദേശിക്കുന്നത്. യരോധ അങ്ങനെ ഓർത്താൽ മതി. യജ്ഞത്തിൻ്റെ ഇടയിൽ രോധം, യജ്ഞത്തിൻ്റെയും ധാരത്തിൻ്റെ ഇടയിൽ രോധം. നാരങ്ങ നെക്കിയും ആ വീൽ ബാരോയും ഫിഗർ ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് എളുപ്പമാണ്. വീൽ ബാരോ ഉണ്ട്, ഇതേപോലെ നാരങ്ങ നെക്കി, പിന്നെ ബോട്ടിൽ ഓപ്പണർ, പാക്ക് വെട്ടിയും നാരങ്ങ നെക്കിയൊക്കെ ഒരേ ഷേപ്പാണ്. അപ്പോൾ അതൊക്കെ രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ്. ബോട്ടിൽ ഓപ്പണർ അതും ചോദിച്ചിട്ടുള്ളതാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം. ഫൽക്രം, അതായത് ധാരത്തിനും യജ്ഞത്തിനും ഇടയിൽ വരുന്ന രോധം. പാക്ക് വെട്ടി രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വെച്ചോണം. പാക്ക് വെട്ടിയും നാരങ്ങ നെക്കിയും ഇതെല്ലാം രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ്. മൂന്നാം വർഗ ഉത്തോലകം, തേർഡ് ഓർഡർ ലിവർ, അത് രോധത്തിനും ധാരത്തിനും ഇടയിൽ യജ്ഞം, പ്രയത്നം, എഫേർട്ട് വരുന്നവയാണ്. അതായത് രോധത്തിൻ്റെയും ധാരത്തിൻ്റെ ഇടയിൽ എഫേർട്ട് വരും, യജ്ഞം. ഇതിന് ഉദാഹരണം ചവണ, ചൂണ്ട, ഐസ് ടോങ്സ് ഒക്കെയാണ്. നോക്കിയേ, മൂന്നാം വർഗ ഉത്തോലകം, രോധത്തിനും ധാരത്തിനും ഇടയിൽ യജ്ഞം വരുന്നത്, അതാണ് മൂന്നാം വർഗ ഉത്തോലകങ്ങൾ. ചവണ, ഐസ് ടോങ്സ്, ചൂണ്ട. യജ്ഞമാണ് ഇടക്ക് വരുന്നത്. ഈ ഫിഗറൊക്കെ നോക്കിയേ, മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് ചവണ, ഐസ് ടോങ്സ്, ചൂണ്ട. അതിനകത്ത് ധാരം എന്താണ്, ഫൽക്രത്തിനും അതായത് ധാരത്തിനും രോധത്തിനും ഇടയിലാണ് എഫേർട്ട്, യജ്ഞം വരുന്നത്. ആ ലോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ്, രോധമാണേ. അത് ഇംഗ്ലീഷിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. അതിന് നടുക്ക്, അതായത് നമ്മൾ പ്രയത്നമാണ് നോക്കേണ്ടത്, പ്രയത്നം, അത് യജ്ഞം, എഫേർട്ട് നടുക്ക് വരുന്ന എല്ലാം മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ്. ഫൽക്രം ധാരത്തിൻ്റെയും ലോഡ് രോധം, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധം, മറന്നു പോരുത്. അതിനിടക്ക് വരുന്നതാണ് യജ്ഞം. ഇതെല്ലാം മൂന്നാം വർഗ ഉത്തോലകം. ചവണ കണ്ടോ, ചവണയിൽ അങ്ങനെ വന്നിരിക്കുന്നത്, യജ്ഞം ഇടക്കാണ് വന്നിരിക്കുന്നത്. ധാരത്തിനും രോധത്തിനും ഇടയിലാണ് യജ്ഞം വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമതാണ് ഐസ് ടോങ്സ് കണ്ടോ, ഐസ് എടുത്തിടുന്നത്, അതിനകത്തും ഫൽക്രം, ധാരം, ലോഡായ രോധം, ആ റെസിസ്റ്റൻസിന്, അതായത് രോധത്തിന് ലോഡെന്ന് കൊടുത്തിരിക്കുകയാണ്, നടുക്കാണ് യജ്ഞം വന്നിരിക്കുന്നത്, എഫേർട്ട്. അപ്പം ഈ ഐസ് ടോങ്സ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഇനി ചൂണ്ട കണ്ടോ, അതായത് ഫൽക്രം, ധാരത്തിനും രോധത്തിനും ഇടയിൽ യജ്ഞം, പ്രയത്നങ്ങളുടെ എഫേർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും, അതുകൊണ്ട് ഈ പ്രയത്നം നടുക്ക് വരുന്നതെല്ലാം
മൂന്നാം വർഗ്ഗ ഉത്വലങ്ങൾക്ക് ഉദാഹരണം. ഇത് മൂന്നും പഠിച്ചാൽ മതി. ഇത് മൂന്നൊക്കെ ചോദിക്കത്തുള്ളൂ. മൂന്നാം വർഗ്ഗ ഉത്വലങ്ങൾക്ക് ഉദാഹരണം ചവണ, ഐസ്റ്റോങ്സ്, ചൂണ്ട. ഫിഗറൊന്ന് ഓർത്ത് വെക്കണം, മറക്കത്തില്ല ഒരിക്കലും. ഈ ഉത്വലങ്ങളെല്ലാം പഠിക്കണം, മാറി മാറി ചോദിക്കുന്നതാണ് LDCക്ക്. ഇതിൻ്റെ നോട്ട്സ് ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.